വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. 100 layers challenge. അപ്പോൾ ഗയ്സ് ഇന്ന് നമ്മൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള 100 ലെയർ ചാലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ചാലഞ്ചും ആണ്, ഞങ്ങൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ കൂടിയാണ്. സാധാരണ നമ്മള് 100 ലെയർ ഫുഡിലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുള്ള 100 ലെയർ ആണ് കേട്ടോ. ഇപ്പൊ നമ്മള് വീഡിയോസിലൊക്കെ കണ്ടില്ലേ, ഇപ്പൊ ടീഷർട്ട് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ 100 ടീഷർട്ട് ഇങ്ങനെ 100 കിട്ടുന്ന ആള് 100 ടീഷർട്ട് ഒക്കെ ഒന്നിച്ചിട്ട് നിൽക്കണം. അതേപോലെ നെയിൽ പോളിഷ് ഉണ്ട്, നെയിൽ പോളിഷ് എല്ലാം ഈ 100 ലേയേഴ്സ് ആയിരിക്കും ഇടേണ്ടി വരിക. പിന്നെ ഫൗണ്ടേഷൻ ഒക്കെ 100 ലെയർ ഇട്ടിരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ അപ്പൊ വീഡിയോസിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, അത് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്ന് എന്തൊക്കെയാ സാധനങ്ങൾ വരാനുള്ളത് നോക്കിയിട്ട്. വേറൊരു കാര്യം, ഒരാൾ 1 ലെയറും ഒരാള് 10 ലെയറും ഒരാള് 100 ലെയർ ആയിരിക്കും കേട്ടോ ഇതിൽ ഇടേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ 2 ബൗൾസ് ഉണ്ട്. ഇതില് ഒരു ബൗളില് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നതെന്നും ഈ ബൗളില് ആർക്കൊക്കെയാണ് 1 ലെയർ 10 ലെയർ 100 ലെയർ കിട്ടാന്നുള്ളതിന്റെ ലോട്ട്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതില് 1 ലെയർ 10 ലെയർ 100 ലെയർ ആണ്. അതിലാണ് എന്തൊക്കെ തിങ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 പേരും കൂടി ഇത് തിങ്സ് എടുത്തോ. ഏതാണ് അപ്പൊ ഞാൻ ആദ്യം തിങ്സ് എടുക്കാം. റൗണ്ട് ആണ്. അയ്യോ, നല്ലത് എന്തെങ്കിലും കിട്ടണേ. നല്ല മുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊട്ടിച്ചോ നമുക്ക് 100 തികയുന്നവരെ നമ്മൾ ഒട്ടിക്കണം. ഓക്കെ, ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്നു. അല്ല, 100 കിട്ടിയെങ്കിൽ ഒട്ടിക്കണം. ഇനിയിപ്പോ എനിക്കാണ് കിട്ടുന്നെങ്കിൽ ഞാൻ ഒട്ടിക്കണം. അത് ശരിയാണല്ലോ. അപ്പൊ നമുക്ക് ഇത് ആദ്യം സെലക്ട് ചെയ്യാം. ഒന്നായ കുറഞ്ഞു. 1 ലെയർ അയ്യോ, 100 ലെയർ ആയിട്ട് നമ്മൾ ഇതാ ഇവിടെ 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 ഒക്കെ എങ്ങനെ സ്റ്റിക്കർ. എങ്ങനത്തെ സ്റ്റിക്കറാ? നല്ല ഫെയറി ടൈലിന്റെ സ്റ്റിക്കർ, ആനിമൽസിന്റെ സ്റ്റിക്കർ ഉണ്ട്. അതാണ് വേണ്ടത്. ആനിമൽസിന്റെ സ്റ്റിക്കർ എനിക്ക് ഫെയറി ടൈൽ അതൊന്നും പറ്റില്ല. അങ്ങനെയൊന്നല്ല ഇങ്ങനെ ഫെയറി ടൈലിന്റെ ഇങ്ങനെ ആലോചിക്കാം. സ്വഭാവം നല്ല പോലെ ആണെങ്കിൽ സ്റ്റിക്കർ വരട്ടെ. ശ്രീന്റെ മുഖത്ത് നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കുന്നതിന് മുന്നായിട്ട് ഗൈസ് ഞാൻ ഒരു ചെറിയ സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചുതരാം. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സ്കിൻ സെൽസും സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും ഇതെല്ലാം കാരണം നമ്മുടെ സ്കിന്ന് ഡൾ ആവാനും അതേപോലെ തന്നെ ഡീഹൈഡ്രേറ്റഡ് ആയ പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒരു ആന്റി ഓക്സിഡന്റ് റിച്ച് പ്രോഡക്റ്റ് വെച്ച് നമ്മുടെ സ്കിന്ന് ട്രീറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലേ നമ്മുടെ സ്കിന്ന് ഈവൻ ടോൺ ആവുള്ളൂ, അതേപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആവാനും നമ്മുടെ നാച്ചുറൽ ഗ്ലോ പുറത്തു വരാനും ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹിമാലയ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഹിമാലയന്റെ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസർ ആണ്. ഇതിപ്പോ ഞാൻ കുറച്ചായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൽ 10 മടങ്ങ് നയാസിനമൈഡും 5 മടങ്ങ് വൈറ്റമിൻ സിയും ആണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡൾനെസ്സും പിഗ്മെന്റേഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യാനും റേഡിയന്റ് സ്കിന്നിനും നാച്ചുറൽ ഗ്ലോയ്ക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഓറഞ്ചിന്റെ ഗുണങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, അത് നേച്ചറിന്റെയും സയൻസിന്റെയും ഏറ്റവും ബെസ്റ്റ് ആണ്. ഈ ഓറഞ്ച് സിറം യൂസ് ചെയ്തിട്ട് ഡേ 3 മുതൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഈവൻ ടോൺ ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അബ്സോർബ് ആവുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 2-3 ഡ്രോപ്സ് സിറം ഫേസിലും നെക്കിലും ആക്കി കൊടുത്തതിന് ശേഷം അപ്വേർഡ് സർക്കുലർ മോഷനിൽ ജെന്റിലായിട്ട് സിറം അബ്സോർബ് ആവുന്നത് വരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഡെയിലി ട്വൈസ് ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാനിത് ഇവിടെ കൊടുക്കാം. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. അപ്പൊ ഗൈസ് ഈ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഹിമാലയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഗൈസ് നമുക്ക് ഇതാ ഒരുപാട് സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട്. വേണ്ട, ബട്ടർഫ്ലൈസ് ഉണ്ട്, പിന്നെ ഇതെന്താ ഏതോ ഒരു പ്രിൻസസ് ഉണ്ട്, പിന്നെ ഇതാണ് വേണ്ടത്. ഈ ജിറാഫിന് നമുക്ക് മുഖത്തൊട്ടിക്കാം, മൂക്കുമലൊട്ടിക്കാം. അപ്പൊ കുറെ ആനിമൽസ് ഉണ്ട്, ഇതും ആനിമൽസ് ആണ്. ഇത് കാറ് JCB ഒക്കെ ഉണ്ട്. അയ്യോ, ഇതൊക്കെ പണ്ടത്തെ സാധനം കേട്ടോ. കിറ്റി ഉണ്ട്, അതെ, ഹലോ കിറ്റി. പിന്നെയും നമുക്ക് ആനിമൽസ് ഉണ്ട്. പിന്നെ ഇത് കുറച്ച് ഗ്ലിറ്റർ ആയിട്ടുള്ളത് ഏതൊരു കാർട്ടൂൺ അതെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്തായാലും ഒരു 100 സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. അത് തുടങ്ങാൻ വരട്ടെ. 10 ആർക്കാ കിട്ടിയേ? 10 ഇവിടെ നമുക്ക് തുടങ്ങാം. അങ്ങനെയൊന്നുമില്ല, നമുക്ക് കണ്ണടച്ചിട്ട് ഏതെങ്കിലും തൊടാം. കണ്ണടച്ച് ഞാൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. ഒക്കെ തിരിച്ചു സെലക്ട് ചെയ്യട്ടെ. ഇത്
മതി. ആ, ഇതാ, ഇതാ. ഷാമിക്ക് പറ്റിയത് കേട്ടോ. തപ്പാന്ന് കണ്ട. ഓക്കെ, അപ്പൊ ഇനി 10 ലെയർ അല്ലേ വേണ്ടത്? അല്ല നമുക്ക് 1 ലെയർ ഉണ്ട് കേട്ടോ, മറന്നു. ആ, അതുണ്ട്. നമുക്ക് ഇതിന്റെ ആനനെയോ കുതിരനെയോ അതാ ഇപ്പൊ ഇപ്പൊ പൊട്ടാമസ് ആദ്യം 10 ലെയർ ഒട്ടിക്കട്ടോ. ആദ്യം ഫസ്റ്റ് ലെയർ ഒട്ടിച്ചിട്ട് 10 ലെയർ കാക്കാട്ടോ. ഇതാ ഇത് നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ എടുത്തിട്ട് 5 പക്ഷെ എന്ത് ക്യൂട്ടാ നോക്കാം. ഇപ്പൊ മൂക്കുമല്ല നല്ല ഒട്ടിക്കാം. ശരിയാക്കി എനിക്ക് 10 ലെയർ അടക്കി ഞാൻ തരാം. അവിടെ നിൽക്കേ. ആകെ 10 അല്ലേ ഉണ്ടാവുള്ളൂ. ഈ പിങ്ക് ഇത് മൂക്കുമ്മിൽ ഒട്ടിച്ചു. നല്ല രസം ഉണ്ടാവില്ലേ? ഒന്ന് അതാ ഒന്ന് എന്റെ വലിയ മൂക്കാണ് ഒട്ടിക്കാൻ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പാലത്തിന് 1 2 3 4 ഇവിടെ ഒന്ന് 3 നല്ല രസമുണ്ട്. ഇത് പറിച്ചാ കിട്ടൂലല്ലേ? 100 ലെയർ കുറുനരി മോഷ്ടിക്കരുത്. 4 100 ചിരിക്കുന്നതാ. 100 ലെയർ വരാറുണ്ട്. സമാധാനിച്ചോണ്ട് 5 കണ്ണുറക്കാൻ പറ്റൂല. അതൊക്കെ പറ്റും. എന്താ പറ്റായിക? ഞാൻ ചെറുത് നോക്കിട്ടാ തരുന്നേ. ഇവിടൊക്കെ സ്ഥലം ഉണ്ട് എനിക്കിതാ. 5 വല്ലാത്തൊരു എക്സ്പെരിമെന്റ് ആയി പോയി. ഇതൊക്കെ പുറത്തെടുക്കുമ്പോ വേദന ഉണ്ടാവില്ലേ? ഓ ചെറുതായിട്ട് എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. 100 അത് ഞാൻ അങ്ങനെ 9 കിങ്ഫിഷർ ഇവിടെ എന്തുണ്ട്? ഇല്ല അവിടെ നിന്ന് കൂടി അവിടെ കൊടുക്കണം. 10 റെഡി. അടിപൊളിയായിട്ട്. ഇത് 1 ലെയർ റെഡിയാണ്. 1 ലെയർ റെഡി, 10 ലെയർ റെഡി, 100 ലെയർ. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നമുക്ക് തുടങ്ങിയാലോ? ഇതിൽ തന്നെ നമുക്ക് തുടങ്ങാം guys. ഇതിലിപ്പോ ഏതാണ്? ജിറാഫിന് ഞാൻ കൊറേ നല്ല പിങ്ക് സാധനമൊക്കെ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇതും ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഇതിൽ ആമന എടുത്തില്ലല്ലേ? ആമന നമുക്ക് തുടങ്ങാം. ഓക്കെ, മൂക്കിന് ഞങ്ങള് വർത്താനം പോലും പറയാൻ പറ്റില്ല. ഞങ്ങള് മൂക്കിലേക്ക് ജിറാഫിനെ എന്തായാലും ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചതായത് കൊണ്ട് ജിറാഫിനെ ഞങ്ങൾ അവിടെ കൊടുക്കുന്നില്ല. ആമന അവിടെ അത് ശരിയാ. ഇവിടെ മൂക്കിന്റെ മുകളിൽ ഹിപ്പോപ്പൊട്ടാമസ്, ഇവിടെ മൂക്കിന്റെ മുകളിൽ ചെമ്മരിയാടും, എന്റെ മൂക്കിന്റെ മുകളിൽ ജിറാഫും. കറക്റ്റാ. ഇവിടെ കൊടുക്കാം. ആമ പോകുന്ന വഴിയാണ്. ഇത് ഭയങ്കര നീളമുള്ള മൂക്കായതുകൊണ്ട് നല്ല സുഖം. കറക്റ്റ് ആയി അവിടെ ഇരുന്നോളൂ. 2 3 4 ഇത് കണ്ടോ? ഈ ഡൈനോസർ ഇങ്ങനെ മൂക്ക് കടിക്കാൻ പോകുന്ന പോലെ. ഞാനൊന്നും കാണുന്നില്ല. ഇതൊക്കെ പിങ്ക് ആന. നല്ല ക്യൂട്ടായിട്ടത്. ഇവിടെ പിങ്ക് ഇവിടെ പിങ്ക് ഇവിടെ. ഇവിടെ 5 അതല്ല കയ്യൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. ഇതാ മൂക്ക് കൊത്താൻ പോകുന്ന കിളി. അതാ ഇവിടെ നിന്നോട്ടെ. ഇതിപ്പോ എത്ര ഉണ്ടായി? 1 2 3 അതാ പുഴു അരിച്ചു പോകുന്ന 7. പുഴു. അതെ, പിരികത്തിന് മുകളിൽ ഒട്ടിക്കരുത്. ഇതൊക്കെ എന്ത് രസം കാണാൻ. സ്ഥലം ഉണ്ടാവും ഇതില്. ഇത് ആനക്കുട്ടീന്റെ അത് വേണ്ട. ഇതൊക്കെ ഒരു മരം ഉണ്ട്. ഇതിപ്പോ ഏതെങ്കിലും ഒരു കിളിക്കോ? അതാ കൊച്ചിന് കേറി പോകാനുള്ള മരം. 1 2 3 4 5 6 7 8 9 10 അല്ല, 11ാമത്തെ മരത്തിന്റെ മുകളിൽ അള്ളി പിടിച്ചിരിക്കുന്ന ഒരു പാണ്ട. ഇവർക്ക് വലിയ രസമായി. മുതലക്ക് നമുക്ക് ഒരു ക്യാരറ്റ് എടുക്കാം. മുതലൊക്കെ ഉണ്ടോ? മുതലത് അവിടെ ഉണ്ട്. മുതലക്ക് ഒരു ക്യാരറ്റ് സസ്യബുക്കല്ല. പൂവ് കമ്മലായിട്ട് വേണം. വേറൊരു ഫ്ലവറും കൂടെ ഇത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു മീനിന്റെ കമ്മലും ഇവിടെ ഒരു പൂവിന്റെ കമ്മലും വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 13 14 15 16 17. ഇനി നമുക്ക് എല്ലാം ഒരേപോലത്തെ വേണ്ട. ഇനി ആ കാർഡിൽ നിന്ന് നമുക്ക് മാറ്റി പിടിക്കാം. അവിടേക്ക് നമുക്ക് കുറച്ച് 18 ആയിട്ടോ ഇനിയിപ്പോ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് JCB കൊട്ടിക്കാം. അല്ല, മുഖത്ത് ഈ സൈഡില് നല്ല രസമുണ്ട്. ഇതേപോലെ തന്നെ വരാനുണ്ടോ? എനിക്ക് തിരിച്ച് പകരം ഇതല്ല പകിട്ടത് കാണാൻ. ഞാൻ ബട്ടർഫ്ലൈ എടുക്കട്ടെ? അല്ല വേണ്ട. ഒരു മിനിറ്റ്, ഇതെന്താ പറയാ, വേസ്റ്റ് കൊണ്ടാവുന്ന വണ്ടിയൊന്നും ഈ സൈഡിലിരുന്നോണ്ട്. ഹിപ്പോപ്പൊട്ടാമസിനെ വെച്ചിട്ട് അവിടെ സിമന്റ് കൊണ്ടുപോകുന്നുണ്ട്. ഇതിപ്പോ എവിടെ വെക്കുക? അതിവിടെ. മെഹന്തി ഇട്ട പോലെ അതിന് ഇവിടെയും കൂടെ വേണം.
അവിടെയും കൂടെ അവിടെ ഇനി സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൈ ഇങ്ങനെ ഇത് ഒട്ടിച്ചേരാം. ഏതാത് ഇതാ നല്ല ഭംഗിയുള്ള പെൺകുട്ടി. അപ്പൊ ബട്ടർഫ്ലൈ ഞാനൊന്ന് ഒട്ടിക്കട്ടെ. അണക്കൊട്ടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇത് എനിക്ക് ഇഷ്ടായി. ഇത് കണ്ടോ നല്ല പർപ്പിൾ കളർ പ്രിൻസസ്. ബട്ടർഫ്ലൈ അതിന്റെ അടുത്ത് വലിയ ബട്ടർഫ്ലൈ അത് ഇവിടെ വെക്കുക. വലിയ ബട്ടർഫ്ലൈ മോത്തല്ല ഇവിടെ വെക്കും. ക്ലിപ്പ് പോലെ നല്ല രസമുണ്ട്. ക്ലിപ്പ് പോലെ അല്ല സുന്ദരി. ഞങ്ങളൊരു ഹരത്തിൽ ഒട്ടിച്ച് 110 എണ്ണങ്ങാനായിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിലിപ്പൊ കാണാൻ എന്തൊരു ഭംഗിയില്ലേ. കയ്യിലിങ്ങനെ മെഹന്തി ഒക്കെ ഇട്ട പോലെ തന്നെ ഉണ്ടല്ലേ. ഈ ജിറാഫ് കൂടെ കറക്റ്റ് അല്ലേ? അതെ അതാ ഞാൻ പറഞ്ഞ നീളമുള്ള മൂക്കല്ല, അപ്പൊ നല്ല ഭംഗിയുണ്ട് അവിടെ. ഇത് നീളമുള്ള ഇത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് പർപ്പിൾ കളർ. അപ്പൊ ഇതാണ് ഗൈസ് 1 ലെയർ 10 ലെയർ 110 ലെയർ 110 ലെയർ ആണിത്. ഒരു സിങ്ങിന് മൊത്തം നടന്നാലോ? വേണ്ട 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 വേണ്ട. അയ്യോ ഒരു ഈ പൊട്ടാസിന് മൂക്കിൽ വെച്ച് ഞാൻ എങ്ങനെ നടക്കൂ? ഇതുണ്ടോ ഇവിടെ ഫുള്ള് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമാണ്. ഇപ്പുറത്തും ഉണ്ട് മൊത്തം. ഇവിടെ കുറഞ്ഞു പോയോ? എനിക്ക് ഇനി ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു ഇവിടെ ഒക്കെ നല്ല ഭംഗിയില്ല. പക്ഷെ അപ്പൊ അതേ 100 പോയി. ഇന്റെ ഈ ഒരു കയ്യില് മാത്രം 47 സ്റ്റിക്കർ ഉണ്ട്. ഈ കയ്യില് എത്രയുണ്ടോ 30. അങ്ങനെ എന്തോ 30 സംതിങ്. അല്ല ഫേസിൽ 30 സംതിങ്, ഇവിടെ 40 സംതിങ്. ഇതിൽ ഇങ്ങനത്തെ സ്റ്റിക്കർ ആയത് നന്നായി. മറ്റേതില്ല ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെ അത് പോകൂല. പക്ഷെ ഇതെന്നെ പറിച്ചെടുക്കുന്ന സമയത്ത് വേദന ഉണ്ടോ? ചെറിയ രീതിയിൽ ചൊറിയുന്നുണ്ട് കേട്ടോ അത്. നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാ. അടുത്ത റൗണ്ടിൽ ആർക്കാണ് 1 ലെയർ കിട്ടുക, 10 ലെയർ കിട്ടുക, 100 ലെയർ കിട്ടുക. ഇനി കിട്ടിയ നല്ല രസമുണ്ടാവും. എനിക്കൊരു വടക്ക് മതിയായി ഇതോടെ. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ആ സ്റ്റിക്കേഴ്സ് എല്ലാം കൂടെ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ എന്റെ മൂക്കിന്റെ മുകളിൽ റിയാക്ഷൻ വന്നത്? ചോപ്പ് ആകെ ഞങ്ങൾ ഇവിടെ ഒട്ടിച്ചില്ല. ആ ജിറാഫ് മൊത്തം പോയി ഇവിടെ ഒട്ടും ഞങ്ങൾ വിചാരിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്കുള്ളത് സെലക്ട് ചെയ്യാം. അത് ഞാൻ എടുക്കാം. ഓക്കെ എടുത്ത് റാപ്പിംഗ് പേപ്പർ ഒരാളെ മൊത്തം 100 ലെയർ ഇങ്ങനെ ചുറ്റിട്ട് അതായിരിക്കാണ് ഇനി 100 ലെയർ കിട്ടാൻ നമുക്ക് നോക്കാം. ഞാൻ സെലക്ട് ചെയ്യാം. എല്ലാരും സെലക്ട് ചെയ്യണ്ടേ? ഞാൻ പേരാന്ന് വിചാരിച്ചു. 100 വേറെ ആർക്കും കിട്ടണേ. 1 ലെയർ 100. ഞാൻ 10 ലെയർ. ഞാൻ 10 ലെയർ. അല്ലേ ഉള്ളൂ. ഞാൻ 100 ലെയർക്ക് പേടിയാണ് ഗൈസ് അങ്ങനെ ചുറ്റുന്നത്. അപ്പല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇതപ്പോ വർക്ക്ഔട്ട് ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് 100 ലെയർ ഇവിടെ റാപ്പ് ചെയ്യാം. എന്നിട്ട് 10 ലെയർ ഇന്ന റാപ്പ് ചെയ്യാം. പിന്നെ ഒറ്റ ലെയർ ഞാൻ ഇന്നെ തന്നെ റാപ്പ് ചെയ്യാം. അതായിരിക്കും നന്നാവുക. ഓക്കെ ഡൺ. തുടങ്ങിയാലോ? റാപ്പിംഗ് പേപ്പർ പോരട്ടെ. അങ്ങനെ guys നമ്മുടെ റാപ്പിംഗ് പേപ്പർ ഇവിടെ റെഡിയാണ്. പക്ഷെ ഇതൊന്നും കിട്ടിയില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാരല്ല അങ്ങോട്ടാ. എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈ പേടിക്കേ വേണ്ട. എന്റെ റാപ്പ് ഞങ്ങൾ തുടങ്ങിക്കോ. ഞാൻ അപ്പൊ അത് ലെവലാക്കി തരാം. അങ്ങോട്ടാ. ഓക്കെ. അല്ലെങ്കിൽ അവിടെ പിടിച്ചേരണോ? അതായത് അതാ ഇങ്ങനെ പിടിച്ചോ, എന്നിട്ട് റോൾ അങ്ങനെ വലിച്ചോ. ഇത് പെട്ടെന്ന് ഊരാണ് കേട്ടോ. എനിക്ക് പേടിയോ. റെഡി ഗൈസ്. ലെയർ 1, ലെയർ 2, 3, 4, 5. ഇപ്പോഴാണ് ഇതിന്റെ ടെക്നിക്ക് പിടികിട്ടിയത്. 6. തലറ്റുന്നുണ്ടോ? 7. ടൈറ്റ് ആക്കില്ലേ? ഇതാ താനേ ആവുന്നടി അതിന്റെ ആ ഒരു ഇതുകൊണ്ട്. 8, 9. ശ്രീ ഇത് അവിടെ നമ്മുടെ വാങ്ങ്. ഓക്കെ. ഇതിനൊരു 10, 11, 12. ഇവളല്ലേ ഇങ്ങനെ കറക്കി കറക്കിട്ടില്ല. പട്ടുനൂൽ പുഴുവിനെ പോലല്ലേ ലൂപ്പ പോലെ അങ്ങനെ ആക്കാം നമുക്ക്. നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. അത് താനേ ടൈറ്റ് ആവുന്നത് ഇങ്ങനെ ഒട്ടി ഒട്ടിയിട്ട്. കീറിയെടുക്കണോ കത്രി എടുത്തിട്ട്? എനിക്ക് 23, 23, 24. ഇത് 100 വേണ്ട. 50 എങ്ങാനും മതി. എനിക്ക് നേരത്തെ 110 കിട്ടിയത്. 29. ശരിക്കും ഇപ്പൊ നോക്കുമ്പോ സ്റ്റിക്കർ എളുപ്പമായിരുന്നു അല്ലേ? ഇത് കെട്ടിയിടല്ലേ എന്നെ. കുറച്ചേരം അവിടെ നിന്നാ കുഴപ്പമൊന്നുമില്ല. ഷാമി നോർമേഡ് ആയിരിക്കുന്ന കേസിന് ഒരു വാലും കൂടെ കൊടുത്താൽ മതി. ഇനി നമുക്ക് നടക്കാൻ പറ്റൂല. 37, 38. ഒരൊറ്റ റോളിൽ നമ്മള് 40 പ്രാവശ്യമായിട്ട് നമ്മൾ ഷാമീനെ റോൾ ചെയ്തെടുത്തത്. മറ്റേ ഇത് വരുന്നുണ്ടല്ലോ കബാബ്. ഓക്കെ. ഇത് നമ്മളിതാ ഒട്ടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇല്ല. 38. ഇത് കഴിഞ്ഞില്ലേ? 48 ഉള്ളൂ. ഇനി ഇത്ര എന്റെ മേലെ ഇനി വരാനുണ്ട്. എനിക്ക് പറ്റില്ല. ഞാനും കൂടെ എടുത്തരാ. ഈ ബാക്കിൽ നിന്നോ? സ്റ്റിക്കറൊക്കെ എന്തൊരു ഈസി ഫ്രീ.
തുടക്കത്തിൽ ഞാൻ കഴിച്ചില്ലായതാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ വേറെ തലന്റെ ക്യാപ്പ് എങ്ങാനായിട്ട് 100 ഞാൻ ഒരു idea നമുക്ക് 49 50 50 തീരാനായി 97 98 98 നിങ്ങൾ അങ്ങനെ ആക്കല്ലേ വീടോപ്പോ 99 ഇതെന്താ അറിയാം നമ്മള് താഴേക്ക് വന്നപ്പോ കുറഞ്ഞില്ലേ അപ്പൊ ആ ഒരു റോളില് തന്നെ 100-ആമതാവാൻ പോകും. ലാസ്റ്റ് ലെയർ അങ്ങനെ 100 ലെയർ ആയിട്ടുള്ള ഷാമി റെഡി. റാപ്പ് ചെയ്ത ഷാമി റെഡി. ഒന്ന് തട്ടി കഴിഞ്ഞാൽ താഴെ വീഴുന്ന വെറുതെ പോവില്ല പോവില്ല പോവില്ല. ഇതുണ്ട് നടന്നോക്ക് പോട്ടെ. അത്രേ പറ്റുള്ളൂ. കുറച്ചേരം അവിടെ അങ്ങനെ നിന്നാ വലിയ വിഷയമൊന്നുമില്ല. നല്ല വിഷയമുണ്ട്. ചൂടെടുത്തിട്ട് വയ്യേക്ക്. എനിക്കൊരു 10 ലെയർ വരാൻ. ആ അതാരാ ചെയ്യാ? അത് ഞാൻ ചെയ്യാം അല്ലാണ്ട് അടക്കി ചെയ്യാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ചെയ്യ്. എനിക്ക് കുറേ നേരം എടുക്കാൻ പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും ഇതിന്റെ അവിടെ ചാരി ടേബിളിന്റെ മുകളിൽ ചാരി വെക്ക്. പോട്ടെ പോട്ടെ ഒന്ന് കുറച്ചുകൂടെ പോട്ടെ ഒത്തിരി ഒത്തിരി അവിടെ നിന്നോ. ചാരി വെക്കാനേ കൊള്ളുപ്പോ. ശ്രീന്റെ ഫസ്റ്റ് ലെയർ ആണ് ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വെക്കട്ടെ. ഇത് പിടിക്കുന്നു ഇന്ന് പിടിച്ചല്ലോ വേറെ ആരില്ല എനിക്ക് ഒരു ഹെൽപ്പിന്. 1 2 ഇനി ഞാനും ഷാമയും കൂടെ അടുത്തടുത്ത് നിന്നാ ഞങ്ങൾ തമ്മിൽ ചിലപ്പോ ഒട്ടിപ്പോവും. 4 5 ഇതിൽ 5 എണ്ണാട്ടോ ആയത്. ഇനി നമുക്ക് അടുത്ത എടുക്കാം. 7 8 അഞ്ചിനെ മകൻ നോക്ക്. 9 ഇത് എന്താ സംഭവം അറിയോ? പക്ഷെ നമുക്ക് തൊടുമ്പത്തേക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. 10 അങ്ങനെ 10 ലെയർ ഇനി ഒരൊറ്റ ലെയർ 5 അത് ഞാൻ തന്നെ എന്നെ ചുറ്റാനല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. നല്ല ബുദ്ധിമുട്ടായിരിക്കും. കൈ നടക്കാൻ പറ്റില്ലല്ലോ. 1 ലെയർ ഞാൻ ഇന്നെ തന്നെ റാപ്പ് ചെയ്യാൻ പോവാണ് ശ്രീയുടെ സഹായത്തോടു കൂടി. കഴിഞ്ഞില്ലേ? എന്റെ 1 ലെയർ കഴിഞ്ഞു. 1 ലെയർ 100 ലെയർ 10 ലെയർ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത് നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. ഇതിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ശ്വാസം മുട്ടിയിട്ട് വയ്യ, പിന്നെ നല്ല ചൂടെടുക്കുന്നുണ്ട്, നടക്കാൻ പറ്റൂല. നടക്കുന്നെങ്കിൽ കണ്ടില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പട്ടുനൂൽ പുഴുവിനെ പോലെ തന്നെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് വരട്ടെ. ചുറ്റാൻ കുറെ സമയം എടുത്ത് ഗൈസ്, പക്ഷെ മുറിക്കാൻ വലിയ പ്രയാസമില്ല. നല്ല രസമുണ്ട്. ഇത് നോക്കിയേ, കൈ ഫ്രീ എന്റെ കൈകളിൽ വാർത്തെടുത്ത പോലെ. ഗൈസ്, എനിക്ക് ചിറകൊക്കെ ഒന്നൊരു ഫീൽ, സത്യമായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു ഫീൽ. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അടുത്ത റൗണ്ടിൽ എന്തൊക്കെ കിട്ടും? ഞങ്ങൾ ഭയങ്കര ഇനി എന്തൊക്കെയാ കിട്ടാനൊന്നുമില്ല, ഒരൊറ്റ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തീർന്നു പോയില്ലേ? കുറച്ചുകൂടെ ഹെയർ ക്ലിപ്സ്. എനിക്ക് വേണ്ട, എനിക്കൊരു 100 കിട്ടിയതാണ്. ഓരോരുത്തർക്കും ഓരോ കൂടിയില്ലേ? ഹെയർ ക്ലിപ്പ് ആവുമ്പോൾ നല്ല രസമുണ്ടാവും. ഞങ്ങൾ നല്ല ഭംഗിയിലാണ്. വേഗം എടുക്ക്. ഈ അടുത്ത് ഞങ്ങൾക്ക് തന്നെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള hair clips. എനിക്ക് 10 ക്ലിപ്പ് കഴിച്ചു. 100 ക്ലിപ്പ് സാലഡ് തുടങ്ങിയപ്പോ എനിക്ക് നല്ല രസമായിരുന്നു. ഞാനെനിക്ക് 100 ക്ലിപ്പ് ആവോ എന്ന് പേടിച്ചോണ്ടിരിക്കുന്നു. 10 ക്ലിപ്പ് ഓക്കെയാണ്. ഫസ്റ്റ് എനിക്ക് ഒരു ക്ലിപ്പ് ഒറ്റൊരു ലെയറാ കിട്ടിയത്. രണ്ടാമത് എനിക്ക് ഒന്നാ കിട്ടിയത്. ഇത് 10. അഞ്ചാണ് ഇതില് എനിക്ക് ഞാൻ കഴിച്ചില്ല. ഞാൻ നല്ല ഭംഗിയിൽ ഒരു ക്ലിപ്പ് ഇവിടെ ഇങ്ങനെ കുത്തു. മുടി അഴിക്കുന്നത് അല്ല, തുടക്കത്തിലൊക്കെ ഭംഗിയിൽ ക്ലിപ്പ് കുത്തിത്തരാം ഷാമി. അല്ല, എങ്ങനത്തെ ക്ലിപ്പാന്നുള്ള ആദ്യം കാണണം. എന്നാലും ചില ക്ലിപ്സും ഉണ്ട്. 111 ക്ലിപ്സ് വരുന്നുണ്ടോ? 100 ഷാമിക്ക്, 10 എനിക്ക്, ശ്രീക്ക് 1. നല്ല ഭംഗിയുള്ളത്. ഇതിങ്ങനെ ചെറുപ്പത്തിലൊക്കെ കിട്ടേണ്ടിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് 1 ഇത്. ഇതെനിക്ക് ഇഷ്ടായി. ഇത് എനിക്കല്ലേ 100 കുത്താനുള്ളത്. ഞങ്ങൾക്ക് കുത്തണ്ടേ? ഇതെനിക്ക് വേണോ? അല്ല, ഞാൻ അടുത്ത് ചെയ്യും. അതെനിക്ക് വേണോ? ഇതെനിക്ക് ഇഷ്ടായി. ഈ പർപ്പിള്, ഈ ബ്ലൂ. അടിയാവുന്ന തോന്നണേ. ഇതെനിക്ക് വേണ്ട. ഒരു ബ്ലൂ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഇവിടെ കണ്ട്. ഈ ബ്ലൂ ആണോ അന്വേഷിക്കുന്നത്? അല്ല, വേറൊരു ബ്ലൂ, 5ന്റെ കയ്യിലുള്ള മരത്തൊരു ബ്ലൂ. ഇതൊക്കെയാണ് ഗൈസ് എന്തായാലും ക്ലിപ്പ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ?
Guys, ഇവിടെ അല്ല, ഒന്ന് തരാം. അഞ്ചിക്ക് എത്രണ്ണാ? കുത്തി പത്തെണ്ണല്ലേ? ആ 10 ഒന്ന് ബാക്കി തരാം. എടുത്തോ. ദാ, ഇതൊക്കെ നല്ല ഭംഗിയില്ലേ? ലൈറ്റ് ബ്ലൂ നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുള്ളൊക്കെ കഴിച്ച് 5 എടുത്ത് വെച്ച് ബാക്കി 100 ഏതെങ്കിലും എന്റെ തലയിലൊന്ന് കുത്തിത്താ. ഒന്നല്ല എന്റത് ആ. 1 ഹായ്. 1 ലെയർ 2, 3, 4, 5, 6, 7, 8, 9. എന്റെ 9 എണ്ണായിട്ടേ ഉള്ളൂ. അതെ, ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം കണ്ടിരുന്നു. ഈ ക്ലിപ്പ് എന്നെ ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യാ അഞ്ചി. ഓ, ആ, ഇവിടെ ഇവിടെ പരീക്ഷണങ്ങൾ നടത്താൻ. ഇപ്പൊ അവിടെ മുതൽ വേണ്ട, ഇവിടെ മുതൽ ഇങ്ങനെ. അല്ല, ഇതാരെ ഭംഗിയായിരുന്നു. എന്തായാലും ഫുള്ള് കൊള്ളിക്കണ്ടേ? ഓരോന്നിനും മോള് 2 ഒരു വേറെ കളർ വരുമോ? 3 എന്റെ കയ്യിലുണ്ട്. 4 നല്ല രസമില്ലേ ഇതൊക്കെ കാണാൻ? ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കുത്തും. 6 ഇവിടെ 6 പറ്റുള്ളൂ. 6 7 കൊള്ളിക്കാം. ഇത് 5ക്ക് കിട്ടണ്ടീനു കഴിച്ച് 100. ഇത് നോക്ക്. എന്നിട്ടില്ലേ അടുത്ത നമ്മൾ എങ്ങനെയാ കുത്താൻ പോകുന്ന വെച്ചാൽ ഈ ബാക്കിയുള്ള ഹെയർ അങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഇവിടെ ഇതെങ്ങനെ 8 ഇങ്ങനെ 5 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഈ കുറച്ച് ഇത് കഴിഞ്ഞ് ഇവിടെ സാധനം ഇവിടെ ചെയ്യുന്നൊക്കെ പോലെ ഡിസ്കസ് ചെയ്ത് 5 നമ്മൾ കുറച്ച് പക്ഷെ ഇതോള് നല്ല ഭംഗിയിൽ കുത്തിണ്ടടി, കാണാൻ നല്ല രസം. ഞാൻ കാണുന്നില്ലല്ലോ. അത് കാണിച്ചാ ഈ പേടിക്കണ്ട ഹായ്, അല്ലേ? നല്ല രസമുണ്ട്. പർപ്പിളും ബ്ലൂവും വയലറ്റും കൂടെ. ഞാൻ ഫുള്ള് കറക്റ്റ് ക്യാൻഡി കളേഴ്സ് നോക്കിയിട്ട് കുത്തണം ഗൈസ്. ബാക്കിയുള്ളത് ഉപയോഗിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് ഈ സൈഡ് മുഴുവൻ ഞാനത് കുത്തുന്നുണ്ട്. അറുപത്തിരണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഹെയർ സ്റ്റൈൽ കൊള്ളാമോ? 63 മുടിയൊക്കെ പിടിച്ചു വലിച്ചെടുക്കുന്നു. തൊണ്ണൂറ്റി ഏഴാമത്തെ ഗൈസ് ഇത്. 98 എനിക്ക് ഇന്നെ കാണാൻ ആഗ്രഹം തോന്നുന്നു. 99. അയ്യോ 100. എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ കൊള്ളാമോ? ന്യൂ ജംഗ്ഷൻ. നല്ല രസമുണ്ട് കാണാൻ. ഒരു കണ്ണാടി കാണിച്ചെടുക്കാൻ നോക്കട്ടെ. തലയില് മൊത്തം റെയിൻബോ പക്ഷെ എന്തോ ഒരു ഭംഗി തോന്നുന്നുണ്ടല്ലേ മുഖത്തിന്. ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ എന്റെ തലയില്. എനിക്ക് ഒരു വെറൈറ്റി ലുക്കില്ലേ? ഈ നമ്മൾ ഈ ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഗോവയിലൊക്കെ പോകുമ്പോ ഓരോ ആ അതേപോലെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് വരുന്ന പോലെ ഉണ്ട്. അത് നല്ല രസമുണ്ട് ഗൈസ്. ഇതൊന്നും ശരിക്കും ഈ ഇങ്ങനെയല്ലാതെ ട്രൈ ചെയ്ത് നോക്കൂലല്ലോ ഷാമി? ഇല്ല, ഇങ്ങനെയൊക്കെ നമ്മളിത് ട്രൈ ചെയ്തോളൂ. അല്ലാതെ നമ്മളിതൊന്നും ഇട്ടോക്കില്ലല്ലോ. നല്ല ഹെയർ സ്റ്റൈലാണ്, വേണ്ട ട്രൈ ചെയ്യാം. എനിക്ക് ഇനി 10 എണ്ണം കുത്താൻ കേട്ടോ, അത് മറന്നു വരും. നല്ല 10 എണ്ണം ക്ലിപ്പ് നോക്കി എടുത്ത് വെച്ചേക്കുന്നു നമ്മള്. അത് നോക്ക്, നല്ല മാറ്റി വെച്ചു. ഒരുപോലത്തെ 10 എണ്ണം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കും. 5ക്ക് ഞങ്ങളാണ് guys കുത്തി കൊടുക്കാൻ പോകുന്നത്. കൊണ്ടാ ഇങ്ങനെയൊന്നും കുത്താൻ പറ്റില്ല. ഇഷ്ടമല്ല. എന്നാ പിന്നെ ഞാൻ ഇവിടെ കുത്തി തരായിരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ. കുത്താനല്ല, ഇങ്ങനെ കുത്തിയാ പോരെ? അങ്ങനെ ഭംഗിയില്. ഞാനും 1 ഇങ്ങനെയൊക്കെ ക്ലിപ്പ് കുത്തി എത്ര കാലായില്ലേ? 2 മെല്ലെ തല ആവശ്യമുള്ളതെങ്കിൽ മുന്നേ കുത്താറുണ്ടായിരുന്നു. ചെറുപ്പത്തില് നല്ല ഭംഗിയുണ്ട്. 5ക്ക് മാച്ച് ആവുന്നുണ്ട്. 5 7 10 എണ്ണം ഉള്ളൂ അല്ലേ? 9 അവിടെ എത്രയായി? 4. ഇവിടെ 4. 1 2 3 4 5 ആണ്. ഇന്ന് അവിടെ തന്നെ കുത്ത്. മുടുക്കി. നല്ല രസം ഗൈസ്. ഇത് എനിക്ക് കാണണമായിരുന്നു. എന്റെ അത്ര ആർക്കും ഭംഗി. അത് ഞങ്ങൾ സമ്മതിച്ചത്. ഞാനിത് എന്റെ ഒരു ലെയർ ഇവിടെ ഉണ്ട്. എന്റെ 100 ലെയർ ഞങ്ങൾക്ക് എവിടെ നോക്കി ഷാമിയാണ് ഈ ചാലഞ്ചിനൊക്കെ മുതലായത് കേട്ടോ. ആ റാപ്പ് ചെയ്യുന്ന സാധനവും ഇത് എല്ലാം കൂടെ ആയിട്ട്. സ്റ്റിക്കറിന്റെ പിന്നെ കുറച്ചും കൂടെ ക്യൂട്ടായിരുന്നു. ചെറിയൊരു ചൊറിച്ചിലിന്റെ പ്രശ്നം വന്നത് ഉള്ള കളർ മൊത്തം അവളെ തലയിലുണ്ട്. നല്ല രസമുണ്ടടി. ഇന്നത്തെ അമ്മേന്റെ അടുത്തേ പോയ അമ്മ മേടിച്ചു.
പലരും ഇങ്ങനെ 100 ലെയർ ട്രൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും നല്ല രസമുണ്ട്. പക്ഷെ ആ റാപ്പ് ചെയ്യുന്നല്ലേ അത് മാത്രം ആരും ട്രൈ ചെയ്തു. ഇതൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കട്ടോ. അതൊക്കെ നല്ല ഫണ്ണാണ്. കളർഫുൾ ആയിട്ടുള്ള ക്ലിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തിയൊക്കെ നോക്കാൻ. ഒഴിഞ്ഞു വീണോണ്ടിരിക്കുകയാണ് ഞാൻ. അയ്യോ അടുത്ത കുത്തി തരട്ടെ. ഒരു ക്ലിപ്പല്ലേ തൊഴിഞ്ഞു വീണത്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതുപോലത്തെ എന്നുവെച്ചാൽ നമ്മൾ 100 ലെയർ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടെങ്കിൽ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. പിന്നെ ഹിമാലയന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, സഞ്ജിത സൈനിങ് ഓഫ്.